റവന്യൂ വകുപ്പിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഏരൂർ വില്ലേജ് ഓഫീസർ AH ഷാജഹാൻ. പൊതുജനങ്ങളോടുള്ള ഇടപെടൽ, കൃത്യമായ സേവനങ്ങൾ, ഫയലുകളുടെ കൃത്യമായ സൂക്ഷിപ്പ് എന്നിവ പരിഗണിച്ചാണ് ഷാജഹാനെ തേടി പുരസ്കാരമെത്തിയത്. റവന്യൂ സെക്രട്ടറിയുടെ അഭിനന്ദന കത്തും ഷാജഹാൻ ലഭിച്ചു. കേരളത്തിൽ അപൂർവം ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ അവാർഡ് നൽകുന്നത്. പുനലൂർ താലൂക്ക് ഓഫീസ് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഷാജഹാന് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റ് തല പരിശോധനയിൽ ജില്ലയിൽ നമ്മുടെ താലൂക്കിലെ ഒരു വില്ലേജ് മാത്രമാണ് സെലക്ട് ചെയ്തത്. നല്ല പബ്ലിക് ഇൻട്രാക്ഷനും നല്ല രീതിയിൽ വില്ലേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് കാട്ടിയതിന് ഏരൂർ വില്ലേജ് ഓഫീസർ ഷാജഹാൻ സാറിനെയാണ് സെക്രട്ടറി തല പരിശോധന തിരഞ്ഞെടുത്തത്. അപ്പം ജില്ലാ കളക്ടറും മിനിസ്റ്ററും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് സാറിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ നൽകിയിരുന്നു. അപ്പോൾ നമ്മുടെ 2-3 വില്ലേജിൽ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അതുപോലെ എല്ലാ ജില്ലയിൽ ആകമാനം നടത്തിയിരുന്നു. പിന്നെ അവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലൊരു ടീം വർക്കാണ് നടത്തുന്നത്. എല്ലാ ജീവനക്കാരും ഒക്കെ ആയിട്ടും ജീവനക്കാരുമായിട്ട് ഒത്തൊരുമിച്ച് നല്ലൊരു വർക്കാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ നയിക്കുന്ന തപാലുകളുടെ പെൻഡൻസി ഒന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് മെയിൻ്റനൻസ് നല്ലതാണ്. ഈ ഓഫീസ് ഇംപ്ലിമെൻറ്റേഷൻ നല്ലതാണ്. പിന്നെ അതുകൂടാതെ പബ്ലിക് ഇൻട്രാക്ഷൻ നല്ലതാണ്. വരുന്നവരുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചെയ്യാവുന്നതാണെങ്കിലും ചെയ്യാത്ത പറ്റിയില്ലെങ്കിലും ഉടനടി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. സാറിൻ്റെ ജീവനക്കാർക്ക് സാറിൻ്റെ ജീവനക്കാരും നല്ല രീതിയിൽ ആളുകളെ സപ്പോർട്ട് ചെയ്ത് ആളുകൾക്ക് മറുപടി കൊടുക്കുകയും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നുണ്ട് ആ വില്ലേജിനെ സംബന്ധിച്ചോളം. പിന്നെ ഇവിടെ നയിക്കുന്ന തപാലുകൾക്കും കൃത്യമായി മറുപടി തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാജഹാൻ സാറിന് നല്ലൊരു കപ്പാസിറ്റി ഉണ്ട് ആളുകളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. യാതൊരു വഴക്കുകളും ഒന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാനൊരു കേപ്പബിളാണ് സാർ അതിന്. അതേപോലെ തന്നെ സാറിൻ്റെ കൂടെയുള്ള ജീവനക്കാരെയും അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ 3 പേരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു ടീം വർക്ക് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഷാജഹാനെ ഞാൻ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. കൊണ്ടൂർ താലൂക്കിൽ ഒരുമിച്ച് കൊണ്ടൂർ വില്ലേജ് ഒരുമിച്ച് ജോലി ചെയ്തതാണ്. ഷാജഹാനും ഞാനും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ കുന്നൂർ വില്ലേജിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയതാണ്. അത് കേരളം മുഴുവൻ അറിഞ്ഞാണ്. നമ്മുടെ മാതൃഭൂമി ചാനലിലൂടെ നല്ല ഒരു അപ്രീസിയേഷൻ, നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെ ചെയ്ത് അത് നമ്മളെല്ലാം അറിഞ്ഞാണ്. അപ്പോൾ അന്ന് വില്ലാസർ ഞാനായിരുന്നു. അപ്പോൾ വില്ലാസറിൻ്റെ രീതിയിലുള്ള ക്രെഡിറ്റ് എനിക്കാണ് കിട്ടിയത്. പക്ഷേ അന്ന് ജോലി ചെയ്തല്ല. അത് ഞാനന്ന് അവരുടെ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ജീവനക്കാർ ശ്രമിച്ചുകൊണ്ടാണ് കിട്ടിയത്. അതിൽ പ്രധാന കക്ഷി ഷാജഹാൻ തന്നെയായിരുന്നു. കാരണം വരുന്നവരെല്ലാം എന്നെയല്ല അന്വേഷിക്കുന്നത്, ഷാജഹാനെ അന്വേഷിക്കുന്നത്. എൻ്റെ 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ഷാജഹാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം നോക്കിയാണ് ചെയ്യുള്ളൂ. പിന്നെ എനിക്കന്നുണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധം അടുപ്പും ഷാജഹാനാണെന്നുണ്ടായിരുന്നു. ഞാൻ കൊല്ലം കളക്ടറേറ്റ് ജോലി ചെയ്യുന്ന അവസരത്തിൽ പുനലൂർ താലൂക്കിൽ വില്ലേജിൽ ജമാവതിക്കും ഇന്നത്തെ വില്ലേജ് ഓഫീസർ നമ്മുടെ സന്തോഷ് സാറാണ്. ഞാൻ കളക്ടറേറ്റിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ വില്ലേജ് ഓഫീസിനെ കുറിച്ചൊരു ഒരു ഏകദേശ പിക്ചർ കിട്ടി. നല്ലൊരു ടീമുള്ള ഒരു വില്ലേജ് ഓഫീസാണ്. അവിടുത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വലിയ പേര് കേട്ട ഒരാളാണ്. പിന്നെ കൂടെ ജോലി ചെയ്യുന്നത് ഷാജഹാൻ സാർ. അന്ന് ജമാഅത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് ഏകദേശം 2 ദിവസത്തിലാണ് ഞങ്ങൾ ഇട്ട് വന്നത്. ഡ്യൂട്ടി ഇട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് വൈകുന്നേരത്ത് 7 മണിക്ക്, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന ഒരാളാണ്. പിന്നെ നമ്മൾ പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നല്ലൊരു ലൈസൺ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളെ പരമാവധി നല്ല രീതിയിൽ പിന്നെ എല്ലാ കാര്യവും ചെയ്ത് 100% അങ്ങ് മിടുക്കനായി പോകാനൊന്നും കഴിയില്ല. ഓഫീസിൽ വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുക. പിന്നെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല പെരുമാറ്റം ജീവനക്കാരുടെ ഭാഗത്തു നിന്നായാലും പൊതുവെ നല്ല പെരുമാറ്റമൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പം അതുപോലെ അത് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇതായാലും എല്ലാം എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരാളുടെയും ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ ഒക്കത്തില്ല എന്ന് പറയുന്ന ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എന്നെ ഇങ്ങനെ ഒന്ന് അനുമോദിക്കാൻ തന്ന ഒരു എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. തഹസിൽദാർ KS നസിയ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഡെപ്യൂട്ടി തഹസീൽദാർ സന്തോഷ് ഡി നാഥ, ഓഫീസ് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി അലൻ എൻ അരവിന്ദ, താലൂക്ക് ഓഫീസ് ജീവനക്കാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.